ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ enthusiast ആണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ബാക്ക് ആക്നെ പറ്റിയിട്ടാണ്. പക്ഷെ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ആലോചിക്കുക. വീഡിയോയിലോട്ട് കിടക്കാം. ബാക്ക് ആക്നെ നോർമലി ഒരു 80% ആൾക്കാർക്കും കാണുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് ആക്നെ. ഇത് പ്രധാനമായിട്ടും ഒരുപാട് റീസൺസ് കാരണം വരാം. ഒന്ന്, നമ്മുടെ തന്നെ കയ്യിലിരിപ്പ് കാരണം. പിന്നെ നമുക്ക് ഓൾറെഡി മുഖത്ത് മൂക്കുരുണ്ട്, ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ബാക്ക് ആക്നെ വരാം. പിന്നെ മൂന്നെന്ന് വെച്ചാൽ ഒരുപാട് പ്രോട്ടീൻ ഇൻടേക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ബാക്ക് ആക്നെ വരാം. പിന്നെ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട്, അതായത് നമ്മുടെ തന്നെ ജിമ്മിലൊക്കെ പോയിട്ട് ആ സ്വെറ്റിംഗ് വെച്ചിട്ടൊക്കെ ആൾക്കാർക്ക് ബാക്ക് ആക്നെ വരാം. പിന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ് ഹെയറിൽ ഉണ്ടെങ്കിൽ അത് കാരണം ബാക്ക് ആക്നെ ഒക്കെ വരാം. ഇതൊക്കെയാണ് കുറെ നോർമൽ ആയിട്ടുള്ള കാരണങ്ങൾ ബാക്ക് ആക്നെ വരുന്നത്. പിന്നെ പ്രധാനമായിട്ടുള്ള ബാക്ക് ആക്നെ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ നമ്മുടെ മുഖത്ത് വരുന്നതിനേക്കാൾ മുഖത്തിപ്പോ വന്നു പോയാൽ ആ ബ്ലാക്ക് സ്പോട്ട് അല്ലെങ്കിൽ സ്കാറിങ്ങിനേക്കാളും കൂടുതലാണ് നമ്മുടെ മുതുകത്ത് വരുന്ന ആ കുരുവിന് വരുന്ന പാടുകളും കറുത്ത പാടും സ്കാറിങ്ങും. അത് കാരണമാണ് ഇപ്പൊ ചെറുതായിട്ടേ ഉള്ളെങ്കിൽ പോലും ആൾക്കാർക്ക് ഒരുപാട് രീതിയിൽ അത് പുറത്തോട്ട് കാണിക്കുന്നതിന്റെ റീസൺ അതുകൊണ്ടാണ്. കാരണം ഫേസിനേക്കാളും മുതുകിനാണ് കൂടുതലും പെട്ടെന്ന് പിഗ്മെന്റേഷൻസും വരുന്നത്, പിന്നെ സ്കാറിങ്ങും വരുന്നത്. ഇനി എന്തൊക്കെ റീസൺസ് കാരണം പ്രധാനമായിട്ടും നമുക്ക് ബാക്ക് ആക്നെ വരാം? ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഓൾ ഓവർ ബോഡിയിലുള്ള ഓയിൽ പ്രൊഡക്ഷൻസ് കൂടുതലാണെങ്കിൽ, അതായത് കുറച്ച് ഓയിലി ബോഡിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഓയിലി സ്കാൽപ്പുള്ള ആൾക്കാർക്കൊക്കെ ബാക്ക് ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഓയിലിക്കാർക്ക് തന്നെ നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻസ്, അതായത് നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അത് കാരണം നമുക്ക് ബാക്കിലുള്ള ഹെയർ ഫോളിക്കിൾസിൽ ഈ ഒരു സാധനം അത് ഫില്ലായിട്ട് നമുക്ക് കുരു വരാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബേക്കിലാണ് കൂടുതലും ഒരച്ചിൽ ഫ്രിക്ഷൻ വരുന്നത്. അപ്പം നമ്മൾ സ്വെറ്റ് ഒക്കെ ഇരുന്നിട്ട് വിയർപ്പും ഓയിലും പിന്നെ അതെല്ലാം ഡെഡ് സ്കിന്നും എല്ലാം കൂടെ ഇരുന്നിട്ട് നമുക്ക് ബാക്ക് ആക്നെ വരാം. പിന്നെ നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ, പ്രോപ്പറായിട്ട് സോപ്പ് തേക്കുന്ന മുതുകത്താകുമ്പോൾ സോപ്പ് തേക്കുന്ന അങ്ങനെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ തോർത്തൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ നന്നായിട്ട് തുടച്ചില്ല എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ബാക്ക് ആക്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ബാക്ക് ആക്നെ കൂടുതൽ നമ്മൾ സ്ത്രീകളാണ് കോൺഷ്യസ് ആവുന്നെങ്കിലും കൂടുതലും കാണുന്ന ആണുങ്ങൾക്കാണ്. ആണുങ്ങളുടെ റീസൺ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോ രാത്രി കിടക്കുമ്പോൾ ഷർട്ട് ഇല്ലാതെ ആയിരിക്കും കിടക്കുന്ന ടൈമില് നിങ്ങൾ ബെഡ്ഷീറ്റ് ചിലപ്പോൾ നിങ്ങൾ 2 വീക്സിൽ നിന്ന് കഴുകിയിട്ടുണ്ടാവില്ല. അപ്പൊ ആ ഒരു അഴുക്ക് ബെഡ്ഷീറ്റ് കിടക്കുമ്പോഴത്തേക്ക് ആ അഴുക്ക് നമ്മുടെ സ്കിന്നിൽ തട്ടിയിട്ട് ഡെഡ് സ്കിന്നുകൾ ഇരുന്നിട്ട് അതൊക്കെ കാരണം നമുക്ക് ബാക്ക് ആക്നെ വരാം. പിന്നെ ഫ്രണ്ട്സിന് ഗേൾസിനെക്കാളും ബോയ്സ് ആണ് ഡ്രസ്സുകൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് കാരണം നമുക്ക് ബാക്ക് ആക്നെ, കാരണം അവരുടെ നമ്മൾ ഫ്രണ്ട്സായിട്ട് ഡ്രസ്സസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു കോമൺ ഫാക്ടർ. അപ്പൊ അതൊക്കെ കാരണം നമുക്ക് ബാക്ക് ആക്നെ വരാനുള്ള റീസൺ കൂടുതലാണ്. അടുത്ത റീസൺ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പ്രോട്ടീൻ ഉള്ള ആഹാരം കഴിക്കും, അതായത് മിൽക്ക്, അതല്ലെങ്കിൽ നമ്മളിപ്പം ജിമ്മിലൊക്കെ പോകുന്നെങ്കിൽ നമ്മൾ പ്രോട്ടീൻ ഡയറ്റ്സ്, എഗ്സ്, അതല്ലെങ്കിൽ നമ്മൾ പ്രോട്ടീൻ പൗഡേഴ്സ്, പ്രോട്ടീൻ ബാർസ് കഴിക്കുന്നെങ്കിൽ അത് കാരണം നമുക്ക് ഒരു സഡൻ ബ്രേക്ക് ഔട്ട്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങളിപ്പോൾ വിറ്റാമിൻ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, B12 ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കാരണം അത് കഴിക്കുന്നത് നല്ലതാണ്, നമ്മുടെ ബോഡിക്ക് ന്യൂട്രീഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അത് കാരണം നമുക്കൊരു പെട്ടെന്നൊരു സഡൻ ഔട്ട് ബ്രേക്ക് വരും. പിന്നെ ഡയറി ഫോംസ് കൂടുതൽ മിൽക്ക് പ്രോഡക്ട്സ്, ചോക്ലേറ്റ്സ്, ഷുഗേഴ്സ് ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ഇൻസുലിന്റെ ഒരു വേരിയേഷൻ കാരണം നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട്സ് കൂടുതലായിട്ട് വരാറുണ്ട്. ഫേസിനേക്കാളും മുതുകത്താണ് ഇത് കൂടുതലായിട്ടും ബ്രേക്ക് ഔട്ട്സ് ചില ആൾക്കാർക്ക് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും എങ്ങനെ മാറ്റിയെടുക്കാൻ നോക്കാം. ബാക്ക് ആക്നെ വരുന്ന റീസൺസ് ഓരോന്ന് എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഫംഗൽ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫംഗൽ ബ്രേക്ക് ഔട്ട്സ് കാരണം ഉണ്ടാകുന്ന ബാക്ക് ആക്നെ കളയാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് വെച്ചാൽ ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് തന്നെയാണ്, അല്ലെങ്കിൽ അതിന്റെ കീറ്റോകോൺസോൾ സോപ്പുകളൊക്കെ തന്നെയാണ്. പിന്നെ എങ്ങനെ നമ്മൾ ഫംഗസ് ആണെന്ന് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങളുടെ ഹെയറിലൊന്ന് നോക്കുക. അപ്പോഴത്തേക്ക് അവിടെ സ്കാൽപ്പിലൊക്കെ ഡാൻഡ്രഫ് ഉണ്ട്, നിങ്ങളുടെ പിരികത്തൊക്കെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് കാരണമായിരിക്കും ഇത് വരുന്നത്. ഡാൻഡ്രഫ് എങ്ങനെ അറിയാന്ന് വെച്ചാൽ യെല്ലോ ഫ്ലേക്കി അപ്പിയറൻസ് ആയിരിക്കും നമ്മുടെ സ്കാൽപ്പിലുള്ളത്. വൈറ്റ് പൊടിയല്ല, യെല്ലോ കട്ടിയായിട്ടുള്ള സാധനമായിരിക്കും. പിന്നെ നമ്മുടെ ഹെയർ കുറച്ചുകൂടെ ഓയിലി ആയിരിക്കും ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക്. അത് കാരണമായിരിക്കും നിങ്ങളുടെ ബാക്ക് ആക്നെ വരുന്നത്. കുരു വെച്ചിട്ട് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാല് നിങ്ങളുടെ കുരുവില് ഒരു ഭയങ്കര റെഡിഷ് ആയിരിക്കും, ഇച്ച്നെസ് കാണും, അത് മാത്രമല്ല ഭയങ്കര ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാവും. പിന്നെ കുഞ്ഞു കുരുസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഫംഗൽ ബാക്ക് ആക്നെ ആണെന്ന് തിരിച്ചറിയുന്നത്. എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ, എങ്ങനെ മാറ്റിയെടുക്കാന്ന് വെച്ചാൽ എക്സസീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുക. കാരണം നമുക്ക് ഓറലായിട്ട് മരുന്ന് എടുക്കേണ്ടി വരും. നല്ല കുറച്ചൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന്റി ഡാൻഡ്രഫ് ഷാംപൂസ് യൂസ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ആന്റി ഡാൻഡ്രഫ് ഷാംപൂ വീക്കിലി വൺസോ ട്വൈസോ യൂസ് ചെയ്യുക, അല്ല ട്വൈസോ ത്രൈസോ യൂസ് ചെയ്യുക. നന്നായിട്ട് കുറച്ചുണ്ടെങ്കിൽ അതിന്റെ കൂടെ അതേ ഷാമ്പു നമ്മുടെ ബേക്കിൽ എവിടെയാണോ നിങ്ങൾക്ക് ആ കുരു ഉള്ളത് അവിടെയും തേക്കുക. എന്നിട്ട് ഉടനെ കഴുകി കളയരുത്.
ഒരു 3 to 4 minutes വെയിറ്റ് ചെയ്തിട്ട് കഴുകിക്കളയും. പിന്നെ അവിടെ സോപ്പൊന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഡ്രൈനെസ് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചൊരു മോയിസ്ചറൈസർ ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല കുളിച്ച് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അങ്ങനെ നമുക്ക് ബാക്ക് ആക്നെ മാറ്റിയെടുക്കും, ഫംഗസ് കാരണം ഉണ്ടാവുന്നത്. പിന്നെ അടുത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇടുന്ന ഡ്രസ്സ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ഇട്ട ഡ്രസ്സിൽ ആയിട്ടിടാൻ ഇതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നന്നായിട്ട് ഡ്രസ്സ് കഴുകുക, ചൂടുവെള്ളത്തിലിട്ട് കഴുകുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവൽസ് മാക്സിമം കഴുകി വൃത്തിയാക്കി ഓരോ പ്രാവശ്യം കുളിക്കുമ്പോഴും അത് കഴുകാൻ ശ്രദ്ധിക്കുക. കോമ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. കാരണം മറ്റൊരാളിലേക്ക് പകരുന്നില്ലെങ്കിൽ നമ്മുടെ ഡാൻഡ്രഫ് നമുക്ക് തന്നെ വരും, നമുക്ക് ശരീരത്തോട്ട് തന്നെ റിപ്പീറ്റ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ മാക്സിമം ഡാൻഡ്രഫ് ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡാൻഡ്രഫ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് വേണം അത് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഇത് മാറത്തില്ല. ഇനി നമുക്ക് നോർമൽ ബാക്ക് ആക്നെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാന്നുള്ളതാണ്. നോർമൽ ഇൻ ദ സെൻസ് ഫംഗൽ ആക്നെ അല്ല, അല്ലാണ്ട് നമ്മുടെ അല്ലാണ്ട് വരുന്ന ഡെഡ് സ്കിൻ അക്യുമുലേഷൻ കാരണം വിയർപ്പ് കാരണമൊക്കെ വരുന്ന ബാക്ക് ആക്നെ ആണെങ്കിൽ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ചാൽ. ഇത് എവർക്കും വരും, നിങ്ങൾ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വരുന്ന ബാക്ക് ആക്നെ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് മനസ്സിലാക്കുക, ഡെയിലി കുളിക്കാൻ ശ്രദ്ധിക്കുക. കുളിക്കുക ഇൻ ദ സെൻസ് നോർമൽ വാട്ടറിനെക്കാളും ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുക. ഹോട്ട് വാട്ടർ അല്ല, ഭയങ്കര തിളച്ച വെള്ളത്തിൽ കുളിക്കാനല്ല ഞാൻ പറയുന്നത്. ഇളം ചൂടുവെള്ളം ഇല്ലേ, ചൂടാണോന്ന് വെച്ചാൽ ചൂടല്ല, തണുപ്പാണോന്ന് വെച്ചാൽ തണുപ്പല്ലാത്ത ടൈപ്പ് ഒരു വെള്ളമില്ലേ, അങ്ങനത്തെ വെള്ളത്തിൽ നമ്മൾ കളിക്കില്ല. ആക്യുറേറ്റ് ടെമ്പറേച്ചറിലുള്ള ബാത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. കാര്യം എന്ന് വെച്ചാൽ ഒരു പരിധിവരെ നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്, അതായത് ബാക്ടീരിയാസിനെ അതുകൊണ്ട് കൊല്ലാൻ പറ്റും. മാത്രമല്ല ആ ഒരു ചൂട് കാരണം നമുക്കൊരു ഫ്രഷ്നെസ്സും കിട്ടും. ഒന്ന്. രണ്ടെന്ന് വെച്ചാൽ യൂസ് ചെയ്യുന്ന സോപ്പ്, നോർമൽ സോപ്പുകൾ യൂസ് ചെയ്യരുത്. ഈവൻ ദോ ചില ബ്രാൻഡുകൾ പറയും 99.99% ബാക്ടീരിയ കൊല്ലൂ എന്നുള്ളത്. അങ്ങനെ ഒരു കൊല്ലുന്ന സോപ്പിന് ആവശ്യമില്ല. കാരണം കുറച്ചൊക്കെ ബാക്ടീരിയ നമ്മുടെ സ്കിന്നിന് ആവശ്യമുണ്ട് പ്രോബയോട്ടിക്സിന്റെ ഇതില്. നമ്മൾ അല്ലാത്ത സോപ്പുകൾ, അതായത് ഈ ആവശ്യമില്ലാത്ത ബാക്ടീരിയ കൊല്ലുന്ന സോപ്പുകളുണ്ട്, ബെൻസോൾ പെറോക്സൈഡിന്റെ ഒക്കെ സോപ്പുകൾ, അതല്ലെങ്കിൽ ബെൻസോൾ പെറോക്സൈഡ് ബോഡി വാഷസ്, അങ്ങനെയുള്ള സോപ്പുകൾ യൂസ് ചെയ്യുക. സോപ്പ് അല്ലെങ്കിൽ ബോഡി വാഷസുകൾ യൂസ് ചെയ്യാൻ നോക്കുക. ഈ ബോഡി വൈസിലൊക്കെ ബെൻസോൾ പെറോക്സൈഡ് ബോഡി വാഷ് ഉണ്ട്. അടുത്ത് നോക്കേണ്ടതെന്ന് വെച്ചാൽ ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾ ഇടുന്നത് ഇപ്പൊ റിപ്പീറ്റ് ഇടത്തില്ലേ, നമ്മൾ കുളിച്ചിട്ട് ചിലപ്പോൾ 2 നേരം കുറച്ച് നേരിട്ടുള്ളത് റിപ്പീറ്റ് അടിക്കുക, അങ്ങനെ ചെയ്യരുത്. മാക്സിമം ന്യൂ ഡ്രസ്സസ് മീൻസ് കഴുകി ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ഇടാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവൽസ് നല്ല ചൂടായിട്ട്, ടവൽസ് പോലും നന്നായിട്ട് അയൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് തീരെ ബാക്ടീരിയൽ അക്യുമുലേഷൻ പാടില്ല. പിന്നെ വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഓരോ വർക്കൗട്ടിന് ശേഷം ഷവർ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി നന്നായിട്ട് സ്വെറ്റ് ആവും. ഈ സ്വെറ്റിങ്ങിൽ ഈ കുറച്ച് അവിടെ ഇരുന്നിട്ട് നമ്മൾ എത്ര തുടച്ചാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബാക്ടീരിയൽ അക്യുമുലേഷൻ വരും. അപ്പം വർക്കൗട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് വർക്കൗട്ടിൽ മസ്റ്റ് ആയിട്ടും ഷവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഈ ബോഡി നമ്മൾ ബെൻസോൾ പെറോക്സൈഡ് ബേസ് ചെയ്തിട്ടുള്ള സോപ്പോ ബോഡി വാഷോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെന്ന് വെച്ചാൽ ഇത് വന്നതിന് ശേഷമുള്ള മാർക്സുകൾ എങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. ആ ഒരു പാട് എങ്ങനെ മാറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ആലോചിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ടോണേഴ്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരുവിധം കുറച്ച് ബാക്ക് ആക്നെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് അല്ലെങ്കിൽ ലോഷൻ, ലാക്റ്റിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് യൂസ് ചെയ്യാം. കെമിസ്റ്റൽ പ്ലേയിലുണ്ട്, നമ്മളെ ഡോക്ടർ ഷീറ്റിലുണ്ട്. അതല്ല, ഇങ്ങനെ എക്സ്ഫോളിയേറ്റിംഗ് മൊത്തത്തിലാണ് കേട്ടോ പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റ് ബേസിൽ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഒരുവിധം നല്ല ബോഡി വാഷസ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങൾ ഒറ്റ സ്ട്രെച്ച് പറയണം. കെമിസ്റ്റൽ പ്ലേ എന്റെ ഫേവറേറ്റ് ആണ്. അവരുടെ AHA BHA ബോഡി വാഷ് ഞാൻ കറന്റ് സെക്കൻഡ് ബോട്ടിലാണ്. ഒന്നാമത്തെ ബോട്ടിൽ കുറച്ച് വലുതായിരുന്നു, അവരുടെ സെക്കൻഡ് ബോട്ടിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ അവരുടെ തന്നെ സാലിസിലിക് ആസിഡ് ബോഡി വാഷ് ഉണ്ട്, കുറച്ച് ഗ്രാനുൾസ് ഉള്ളതാണ്, പക്ഷേ സൂപ്പർ സാധനമാണ്, റെഡ് കളർ ബോട്ടിൽ. മൂന്നാമത്തെ എന്ന് വെച്ചാൽ ഡോക്ടർ ഷെയ്റ്റിലുണ്ട് AHA BHA ബോഡി വാഷ് ആണ്. ബോഡി വൈസിലുണ്ട് അവരുടെ ഒരു സൂപ്പർ സാലിസിലിക് ആസിഡ് ബോഡി വാഷ്, അത് യൂസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഡെർമക്കോയിലുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു ബ്രാൻഡിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷസ് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ബോഡി വാഷസ് താല്പര്യമില്ല, ഒരു ബോഡി ലോഷൻ ടൈപ്പിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ ലാക്റ്റിക് ആസിഡ് ബോഡി ലോഷൻസ് ആണ് ഏറ്റവും സേഫ്. സുഗന്ധിയിലുണ്ട്, ബോഡി വൈസിലുണ്ട്, കെമിസ്റ്റൽ പ്ലേയിലുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു ബോഡി ലോഷൻസ് യൂസ് ചെയ്യാം. കാര്യം എന്തെന്ന് വെച്ചാൽ AHA BHA ലോഷൻസ് വാങ്ങിക്കാൻ കിട്ടും. എന്തെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് നോർമലി ബോഡി കിടക്കുകയും ചെയ്യും, അതുവഴി നമുക്കൊരു എക്സ്ഫോളിയേഷൻ കിട്ടുകയും ചെയ്യും. മാത്രമല്ല ഇത് ഭയങ്കര ഹയർ കോൺസെൻട്രേഷൻ ഉള്ള സാധനമല്ല, നമുക്ക് ഡെയിലി 2 നേരം യൂസ് ചെയ്യാൻ പറ്റും, ഓൾ ഓവർ ദി ബോഡി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി എക്സസീവ് ആയിട്ടൊരു ഇതുണ്ട്, നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു സോപ്പ്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ നോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡവ് സോപ്പോ അല്ലെങ്കിൽ സെറ്റാഫിലിന്റെ സോപ്പോ അതല്ലെങ്കിൽ പിയേഴ്സ് സോപ്പോ ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആക്റ്റീവ് സോപ്സ്
ബോഡി വാഷസ് ഒന്നും വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാൽ അത് യൂസ് ചെയ്തിട്ട് ബെൻസോയിൽ പെറോക്സൈഡ് ക്രീംസ് കിട്ടും, അത് യൂസ് ചെയ്യുക. അതിന്റെ കൂടെ ഒരു നോർമൽ ആയിട്ടുള്ള ഈ പറഞ്ഞ ബോഡി മോയ്സ്ചറൈസേഴ്സ് അല്ലാതെ നോർമലി നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബോഡി മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക. പക്ഷേ ശ്രദ്ധിക്കുക, നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് തീരെ മണമുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് വാങ്ങിക്കരുത്. നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത് നല്ല മണമുള്ള ബോഡി മോയ്സ്ചറൈസേഴ്സ് ആയിരിക്കും. നിങ്ങൾക്ക് ആക്നെ ഉള്ളിടത്തോളം കാലം മാക്സിമം ഫ്രാഗ്രൻസ് ചെയ്യുന്ന അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ബേസിക്കലി നമ്മൾ ബാക്ക് ആക്നെ ഉള്ളപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇങ്ങോട്ടായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, മാക്സിമം നിങ്ങൾ ഡ്രസ്സസ് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. 2, നിങ്ങൾ കിടക്കുന്ന ടവൽസ്, ബെഡ്ഷീറ്റ്, പില്ലോ കേസ് ഒക്കെ 2 ദിവസത്തിലൊരിക്കൽ മാറ്റാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ യൂസ് ചെയ്യുന്ന ടവല്, ഡ്രസ്സ് ഇതൊക്കെ ഹോട്ട് പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം അതിലൊക്കെ ബാക്ടീരിയസ് നമുക്ക് കൊല്ലാൻ പറ്റും. ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ തന്നെ ആന്റിബയോട്ടിക് വാഷസ്, അതായത് നമ്മൾ ഡെറ്റോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചിട്ടൊന്ന് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞ ഡ്രസ്സ് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓൾറെഡി ഒരു പ്രാവശ്യം ഇട്ട് ഡ്രസ്സ് വിയർത്തിട്ടൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സന്ദർഭങ്ങൾ പുറത്തു പോയിട്ടുമ്പോൾ ഓൾറെഡി ഒരു വിയർപ്പാണ്, ആ ഡ്രസ്സസ് വിയർപ്പ് മാറ്റിയിട്ട് വീണ്ടും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫുഡിന്റെ കാര്യത്തിലോട്ടാണ്. കാരണം നമ്മൾ അനാവശ്യമായിട്ട് ഷുഗർ ഇൻടേക്ക് കുറയ്ക്കുക, ഡയറി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പറ്റും നിങ്ങൾക്ക് മിൽക്ക് ഇഷ്ടമാണ് പക്ഷെ മിൽക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആൽമണ്ട് മിൽക്കിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പൊ എന്റെ അടുത്ത് പേഴ്സൺ ചോദിച്ചാൽ ഞാൻ ഷിഫ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അപ്പോഴത്തെ ഒരു നമ്മുടെ എക്കണോമി അനുസരിച്ചാണ്. പറ്റുമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നമുക്ക് മിൽക്ക് ഒന്ന് കട്ട് ഡൗൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊന്ന് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രോട്ടീൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പ്രോട്ടീൻ മാക്സിമം പീ ബേസ്ഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ പയർ മുളപ്പിച്ചത് അതൊക്കെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രോട്ടീന് വേണ്ടിയിട്ട്. എഗ് വൈറ്റ് ഇതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. കാരണം ഇതൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് ആക്നെ ബ്രേക്ക്ഔട്ട്സ് കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഹോർമോണൽ ബേസ്ഡ് ആയിട്ടുള്ള ആക്നെ മാർക്സ് ആണെന്നില്ലെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കുക, ഡോക്ടറിനെ കണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇത് ഞാൻ ഈ പറഞ്ഞത് മൈൽഡ് ടു മോഡറേറ്റ് കേസിലുള്ള ബാക്ക് ആക്നയുടെ കാര്യമാണ്. നിങ്ങൾക്ക് സിവിയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഫേസിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത്രയും ഈസി ആയിട്ട് പ്രതീക്ഷിച്ച് ബാക്ക് ആക്നെയുടെ മാർക്സ് പോകാനായിട്ട് ശ്രദ്ധിക്കരുത്. കാരണം ഫേസിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിലെ മാർക്സ് പോകാൻ കുറച്ച് ടൈം എടുക്കും. അത് ഡോക്ടറിന്റെ പ്രശ്നമല്ല, നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലം ആണ്. സോ കുറച്ച് ടൈം എടുക്കും, അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം പോകാനായിട്ട്. നമ്മളിപ്പോൾ ഭയങ്കര സിവിയർ ആയിട്ട് തോന്നുന്നെങ്കിൽ ഡോക്ടറിനെ കാണാൻ പറയുന്നതിന്റെ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ചില സമയത്ത് ഓറലി മരുന്ന് എടുക്കേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പൊ ഇതായിരുന്നു ബാക്ക് ആക്നെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് ഞാൻ ഇത് കംപ്ലീറ്റ്ലി മൊത്തത്തിൽ ബാക്ക് ആക്നെ ഫുൾ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഒരുപാട് സയന്റിഫിക് ഫാക്ടേഴ്സ് ഞാൻ വിട്ടിട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ട് ഫോളിക്കിൾസ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ വിട്ടിട്ടുണ്ട്. ടൈപ്സ് ഓഫ് ബാക്ക് ആക്നെ ഒക്കെ ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ പറ്റി കൂടുതലായിട്ട് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ഓട്ടപ്രദർശനം മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഒരു ജസ്റ്റ് ഒരു ഓട്ടപ്രദർശനം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഈ ഡീറ്റെയിൽ ആയിട്ട് ബാക്ക് ആക്നെ പറ്റി വീഡിയോ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ പറയാം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്. ടാറ്റാ.